രീതിയിൽ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അധികം പുളിയില്ലാത്ത തൈര്. അപ്പൊ ഞാൻ സ്മിത. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ മുട്ട ബിരിയാണി ആയിട്ട് വെക്കുന്നത്. വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നതാണ്. അപ്പൊ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അരി നമ്മൾ നന്നായിട്ട് കഴുകി വാരി ഒരു 20 മിനിറ്റ് നേരം ഇങ്ങനെ വെള്ളത്തിൽ കുതിരായിരുന്നു കേട്ടാ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അരി എന്ന് പറയുന്നത് 3 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഒരു കുക്കർ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുക്കറിലാട്ടോ ഈ ബിരിയാണി വെക്കണേ. കുക്കർ ഒന്ന് ചൂടാവട്ടെ. കുക്കർ ചൂടായി. അപ്പൊ നമുക്ക് ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. അപ്പൊ ഞാനിതാ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാട്ടാ. അപ്പൊ അണ്ടിപ്പരിപ്പ് ഒരു ചോക്കേ കളർ ആവണ വരെ നമ്മൾ വറുത്തെടുക്കണം കേട്ടാ. ചെറുതായിട്ട്, അതായത് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ കേട്ടാ. അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരിക്കും അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കൂടുതൽ ഇടണമെങ്കിൽ ഇടാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു അളവ് വെച്ചിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു 10 അണ്ടിപ്പരിപ്പ് മുറിച്ചിട്ട് ഇട്ട് കൊടുത്ത് നോക്കാട്ടാ. നടു പൊളിച്ചിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഇതാ ചെറുതായിട്ട് കണ്ട ഒരു ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇതാ മുന്തിരി ഇട്ട് കൊടുക്കും. മുന്തിരി ഇങ്ങനെ വീർത്ത് വരണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന് കോരിയെടുക്കാം. ഇതാ മുന്തിരിയൊക്കെ ഇതാ വീർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിന് ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഒരു 5 ടീസ്പൂണിന്റെ അടുത്തേക്കായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബോള ഉണ്ടല്ലോ നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ ആക്കി കുറച്ച് സബോള നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് 4 സബോളയായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള സബോളയാണ്. അപ്പൊ അതിന്റെ പകുതിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ കേട്ടാ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നന്നായിട്ട് നല്ല ഗോൾഡൻ കളർ ആവണ വരെ തന്നെ നമുക്ക് ഈ സബോളനെ ആക്കിയെടുക്കണം. അപ്പൊ നോക്കിയേ, ഇതേപോലെ നമ്മുടെ സബോള ഈ ഒരു കളർ കണ്ട ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടാ. അപ്പൊ നോക്കിയേ കണ്ട നമ്മുടെ സബോളയുടെ കളറ് ഇതേപോലെ. ഇത് ചൂടാറുന്നതിനനുസരിച്ച് ഒന്നും കൂടി ഇത് മുരിയൂട്ടാ. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഞാൻ തീ ഇപ്പൊ കത്തിക്കണില്ല. അപ്പൊ നമ്മുടെ ഈ വെളിച്ചെണ്ണ നല്ല ചൂടിലാണ് ഇരിക്കണേ. ഈ കണ്ട കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് നമ്മൾ മുന്നേ ഉപയോഗിച്ചിട്ട്. ഇനി ഇതിലാണ് നമ്മുടെ ഈ മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടാ. നമ്മൾ ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂണിന്റെ അവിടേക്ക് മുളക് പൊടി, 1/4 ടീസ്പൂണിന്റെ അവിടേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂണിന്റെ അത്രേനെ ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിരിക്കുണ്ടല്ലോ നമ്മുടെ ഈ മുട്ട അവിടെ ഇവിടെയൊക്കെ ഓരോ കുത്തുങ്ങനെ കുത്തി കൊടുക്കാട്ടാ. എന്നിട്ട് നമുക്കിതാ മുട്ട ഒന്നിങ്ങനെ ആദ്യം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉപ്പും പൊടിയിലും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ മുട്ടയുമാവുന്ന രീതിയിൽ ഇതാ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതാ ഗ്യാസ് കത്തിക്കാം കേട്ടാ. മുട്ടയെ നമ്മള് ബിരിയാണിയിലൊക്കെ ഇടുമ്പോഴേ ഉടഞ്ഞൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആദ്യം ഒന്ന് മുട്ടേനെ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ കേട്ടാ. ഒരു 3 മിനിറ്റ് നേരം നമ്മളിതാ മുട്ട ഇങ്ങനെ നന്നായിട്ടൊന്ന് ഈ മുളക് പൊടിയിലൊക്കെ മസാലയിലൊക്കെ ആവേണ്ട രീതിയിൽ നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടാ. ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ പകുതി സബോളയിൽ നമ്മൾ മുന്നെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ബാക്കിയുള്ള സബോള അതിലേക്ക് ഇട്ട് കൊടുക്കും. സബോള നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ആദ്യം വഴറ്റിയെടുക്കണം കേട്ടാ. പിന്നെ നമ്മൾ സബോളയ്ക്ക് നല്ല കണ്ണം കുറവിലായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്.
കാരണം ഇതേപോലേക്ക് നമ്മൾ വറുത്തെടുക്കണമെങ്കിൽ നല്ല കനം കുറവിൽ വറുത്തെടുത്താൽ മാത്രമാണ് ഇതേപോലെ നല്ല എല്ലാതും ഓരോ കളർ പോലെ നമുക്ക് ആയി കിട്ടുള്ളൂ കേട്ടാ. സബോള ഇട്ടിട്ട് നോക്കിയേ, സബോളയുടെ ഒരു മധുരരസം ആവണ ഒരു പാകം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ഇതാ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു ടീസ്പൂൺ ഇഞ്ചി ഇട്ട് നന്നായിട്ട് ചതച്ചത്, അതേപോലെ ഒരു 1.5 ടീസ്പൂണ് നമ്മുടെ വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്ത് തന്നെയാണ്. പിന്നെ ഇതാ ഒരു സബോള അല്ല ഒരു പച്ചമുളക്, സോറി, നമുക്കിതാ നന്നായിട്ടൊന്ന് ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും എന്താ പറയാ നമ്മുടെ വെളുത്തുള്ളിയുടെയും ആകെ ഒരു മറിവ് പോലെ എല്ലാം ഒരു പച്ചകുത്ത് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. പിന്നെ നമ്മളിതില് പ്രത്യേകിച്ച് സബോളയൊക്കെ ഇട്ട സമയത്ത് നമ്മള് വെളിച്ചെണ്ണയൊന്നും പിന്നെ കൂടുതലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോ എന്താ പറയാ, തീ കുറവിലിട്ടിട്ട് ആക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാനും പറ്റൂട്ടാ. നമ്മൾ ആ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും വേറെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇഞ്ചിയും പച്ചമുളകും അതേപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലൊരു പച്ചക്കുത്തുണ്ടല്ലോ, അത് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നോക്കിയേ, ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തക്കാളി ആയിരുന്നു കേട്ടാ. നല്ല വലിപ്പമുള്ള തക്കാളി തന്നെയായിരുന്നു. തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കതിര് കറിവേപ്പില. അപ്പൊ തക്കാളി ഇട്ടിട്ട് കൂടുതൽ വഴറ്റണ്ട, ആകെപ്പാട് 1 മിനിറ്റ് ഒന്നും അങ്ങനെ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടാ. അപ്പൊ തക്കാളിയൊക്കെ ഇട്ടതാ 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ തീ കുറവിലായിട്ടാ തക്കാളിയൊക്കെ ഇട്ട സമയത്ത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ അധികം പുളിയില്ലാത്ത തൈര്. അപ്പൊ ഒരു 1/4 ഗ്ലാസോളം തൈരുണ്ട്, നന്നായി ഉടച്ചത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ തൈര് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നോക്കിയ 1 ടീസ്പൂണ് നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ തീ കൂട്ടി വെക്കാനായിട്ട് ചെയ്യണേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മള് വറുത്ത് വെച്ചിരുന്ന സബോള ഉണ്ടല്ലോ, അതിൽ നിന്നിതാ കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ പുതിനയില. പിന്നെ നമുക്ക് മല്ലിയില, അതേപോലെ തന്നെ നമ്മൾ ഇത്തിരി അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഇതാ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ തന്നെ ശരിക്കും നമ്മുടെ എന്താ പറയാ ബിരിയാണിയുടെ മണം വന്നു, ഇത്രയും സാധനങ്ങളായപ്പോ തന്നെ കേട്ടാ. 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടാ. ഇപ്പോഴൊക്കെ തീ കൂട്ടിയിട്ടാ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനിതാ 2 ടീസ്പൂണ് മുളക് പൊടി, നല്ലോണം 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഇതാ മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാല കേട്ടാ, അതൊരു 1/2 ടീസ്പൂണ്. നമുക്ക് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്ത് പോണ വരെ നന്നായിട്ട് ഇതാ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടാ. നമ്മളിതാ പൊടികളൊക്കെ ഇട്ടതാ പച്ചക്കുത്ത് പോയിട്ടുണ്ട് കണ്ട, നല്ലൊരു കളറും വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ഈ അരി വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഗ്ലാസ് കൊണ്ടാണോ നമ്മൾ അരി എടുത്ത് നോക്കണേ, അതിന്റെ 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെയാട്ടാ. അപ്പൊ ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 4.5 ഗ്ലാസ് വെള്ളം നമ്മൾ അളന്നെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ വെള്ളം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിതാ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് നോക്കുക, നന്നായി ഇളക്കി കൊടുത്തിട്ട് ഈ ചാറൊന്ന് നമ്മളൊന്ന് നോക്കി നോക്കാട്ടാ. അപ്പൊ ഈ ചാറിൽ നമ്മൾ ഉപ്പ് എപ്പോഴും മുന്നിൽ നിൽക്കണം. അപ്പൊ അരി ഇടുമ്പോ പാകമായി, കൂടുതലല്ല, പക്ഷെ നമ്മൾ അങ്ങനെ നോക്കുമ്പോ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പൊ ഞാനിതാ തുണ്ടും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ വെള്ളത്തിൽ ഉപ്പ് മുന്നിൽ നിന്നാ മതി, അതാണ് കേട്ടോ പാകം. പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നോക്കിയേ, ഒരു ബേ ലീഫ് അത്യാവശ്യം വലുതായിരുന്നു, അപ്പൊ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു തക്കോലം, 4 ഗ്രാമ്പു, 2 ഏലക്കായ, 2 കറുകപ്പട്ട. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അരമുറി, നമ്മുടെ അരമുറിയല്ല, നമ്മുടെ ചെറുനാരങ്ങയുടെ പകുതി നീരാട്ടാ.
ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വെള്ളം തിളക്കട്ടെ. നമ്മുടെ വെള്ളം നോക്കി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ അരി വെള്ളമൊക്കെ വാറ്റി നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഞാനിതാ തീ കൂട്ടി വെക്കുന്നുണ്ട് കേട്ടാ. ഇനി തീ കുറവിൽ വെക്കണ്ട. മുട്ട വെച്ചെടുക്കാം. പിന്നെ നമ്മുടെ സവാള ഉണ്ടല്ലോ, അതാ എല്ലാം അതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടാ. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കണ്ട്. കോഴികളൊന്ന് കാര്യമായിട്ട് കൂവുണ്ട്. പിന്നെ മുകളിലായിട്ട് ഇതാ മല്ലിയില. പിന്നെ ഇതാ പൊതിന. ഇനി ഒന്ന് തളങ്ങനെ വരട്ടേട്ടാ. തിളച്ചതിന് ശേഷമാണ് നമ്മളിത് മൂടി വയ്ക്കുള്ളൂ. തള വന്നിട്ടുണ്ട് കേട്ടാ. ഈ സമയത്ത് നോക്കി നമ്മൾ അതിലേക്ക് ഇതാ ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമുക്കിത് ഒരു 1.5 ടീസ്പൂണിന്റെ അടുത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. എന്നിട്ട് നമുക്കിതാ മൂടി വയ്ക്കാം. ഇനിയിപ്പോ ഒരു വിസിൽ വന്ന് അപ്പൊ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൽ ടയറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടോ. ഒരു വിസിൽ വന്നു. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. ഇനി ഇതിലത്തെ എയറൊക്കെ പോയി കഴിയട്ടെ. നമ്മുടെ കുക്കർ ഇതാ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം കേട്ടാ. നോക്കിയേ, ഇതേപോലെയാണ് ഇരിക്കണേ. അപ്പൊ നമുക്കിതാ കണ്ടാ നമ്മുടെ ചോറ് നല്ലതേ ഒലർന്ന് തന്നെ ഇരിക്കും കേട്ടാ. കട്ടൊന്നും കുത്തില്ല. ഇതേപോലെയാണ് ഇരിക്കുക. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും ഷായിട്ടിനെ വിളിച്ചിട്ട് വരട്ടെ കേട്ടാ. നോക്കിയേ, നല്ല നമ്മൾ ഇങ്ങനെ എടുക്കണം കേട്ടോ അടിയിന്ന്. എന്താ അപ്പൊ ചോറ് വെക്കണ്ട. കട്ടൊന്നും കുത്താണ്ട് നല്ല പൊടിഞ്ഞു പൊടിഞ്ഞ് ഇങ്ങനെ കിട്ടും. കാണാനുള്ളൊരു ഭംഗി നോക്കിയേ. എന്താ രസം. നല്ലന്നെ. എന്താ ഇത് അടിപൊളി തന്നെയാ. ഉണ്ണികൾക്കൊക്കെ നല്ലതാട്ടാ. സ്കൂളിലേക്കൊക്കെ പോകുമ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റും ഇങ്ങനെ. ഭയങ്കര രസമായിട്ടുള്ള ബിരിയാണി കേട്ടാ. മുട്ട ബിരിയാണി അടിപൊളിയല്ലേ. ഒറ്റയ്ക്ക് പഠിക്കാനുള്ളതുള്ളൂ എനിക്ക്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം. അത്ര രസമായിട്ടുള്ള ബിരിയാണി കേട്ടാ. എത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കേട്ടാ.